നമസ്കാരമുണ്ടേ. എല്ലാവരും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ചില സൂത്രപ്പണികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അതായത് അയൽവക്കത്ത് തേങ്ങ പൊട്ടിക്കുമ്പോൾ നമ്മൾ ചിരട്ടയെങ്കിലും ഒന്ന് പൊട്ടിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ ചില നേതാക്കന്മാർ നടത്തുന്നുണ്ട്. എന്താ ഇങ്ങനെ വളച്ചു കെട്ടി പറയണ കാര്യങ്ങൾ അങ്ങോട്ട് വൃത്തിയായിട്ട് നേരെ പറഞ്ഞൂടെ എന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ചോദ്യം ഉണ്ടാവും. നേരെ പറയാം, ഒന്ന് കാത്തിരിക്കാം. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പി ദിവ്യയെ കുറിച്ചാണ്. പി ദിവ്യയെ ആരാന്ന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്നൊക്കെ വിശേഷണമുള്ള പി ദിവ്യയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പി ദിവ്യ ഇപ്പൊ അറിയാത്ത കേരളത്തിലെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആബാല വൃദ്ധ കേരളീയർക്കും ഇപ്പോൾ പി ദിവ്യക്ക് അറിയാം. എങ്ങനെ പി ദിവ്യനെ അറിയാം? നമ്മുടെ ADM നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു കറ കളഞ്ഞ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നേ റവന്യൂ ഡിപ്പാർട്ട്മെന്റില്. അദ്ദേഹം കണ്ണൂരാണ് ജോലി ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ നിന്ന് പിന്നെ അദ്ദേഹത്തിന് പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല, അവിടെ വെച്ച് തീർത്തു എന്ന് തന്നെ ഇപ്പൊ പറയപ്പെടുന്നതേ. സുപ്രീം കോടതി വരെ കേസ് പോയെങ്കിലും നവീൻ ബാബുവിന്റെ മരണം ദുരൂഹ മരണം തന്നെയാണ് എന്ന് അതിനപ്പുറത്തേക്ക് ഇനിയും ഒരു കണ്ടെത്തൽ സാധിച്ചിട്ടില്ല. കാര്യം ഒരു SIT അന്വേഷണമൊക്കെ അവിടെ നടക്കേണ്ടായി, ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയണേ. അത് എന്തായാലും ഇപ്പോൾ വളച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരാം. അപ്പോൾ പി ദിവ്യ ഈ കഴിഞ്ഞ ദിവസം ഒരു FB പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എന്തിനെ കുറിച്ച് ഇട്ടിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് സീമാജി നായരും അനുശ്രീയും എന്നൊക്കെ പറയുന്ന കലാകാരികൾ, അവർ സിനിമാ നടികൾ തന്നെയാണ്, ആക്ടിവിസ്റ്റുകൾ കൂടിയാണ്. അവരൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി പീഡന കേസുകൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ സീമാജി നായരും അനുശ്രീയും വലിയ ഒരു പിന്തുണ കൊടുത്തത്. ഇതിൽ വിറളി പൂണ്ടിട്ട് തന്നെയാണ്, അതായത് രാഷ്ട്രീയ ശത്രുവാണല്ലോ പി ദിവ്യയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പി ദിവ്യയുടെ രാഷ്ട്രീയ ശത്രു ആകുമ്പോൾ ഈ രാഷ്ട്രീയ ശത്രുവിനെ ആരെങ്കിലും അങ്ങനെ വലിയ വാനോളം പൂഴ്ത്തി അങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കുന്ന കാര്യമല്ല പി ദിവ്യക്ക്. അപ്പൊ എവിടെയെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ. പോരെങ്കിൽ ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പൊ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഠേ എന്ന് പറഞ്ഞ് പടക്കം പെട്ടണ പോലെ പല പ്രചരണ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പി ദിവ്യക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ. ഞാനിവിടെ ഉണ്ട്, ഞാനും രാഷ്ട്രീയത്തിലുണ്ട് എന്നൊക്കെ ഒന്ന് തെളിയിക്കണമല്ലോ. ഈ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നവീകരിച്ച ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോലും പി ദിവ്യനെ ഒന്നും വിളിച്ചില്ല എന്നുള്ളത് വലിയ ആക്ഷേപകരമായ സംഭവങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് പി ദിവ്യ ഇങ്ങനെ നീറിപ്പുകഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പി ദിവ്യ ആയിട്ട് വളരെ വളരെ വൃത്തിയായിട്ട് നടക്കുള്ളൂ. അതൊക്കെ നമ്മൾ അനുകരിക്കേണ്ട കാര്യം തന്നെയാണ്. സാധാരണ കതർ രാഷ്ട്രീയക്കാരനെ പോലെ കീറി തുന്നിയ കുപ്പായം ഇല്ലാത്ത സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടിയൊന്നും പി ദിവ്യ ശ്രമിക്കാറില്ല. നല്ല വടിവൊത്ത നല്ല ഭംഗിയിൽ വസ്ത്രധാരണം നടത്തിയ അവർ നടക്കുള്ളൂ. നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നല്ല ഭംഗിയായിട്ട് ആ മുടിയൊക്കെ നല്ല കുതിരവാല് പോലെ ചീകി കെട്ടി നല്ല ചുറുചുറുക്കോടുകൂടി നടന്നു പോകണ പി ദിവ്യനെ കണ്ട ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്, ആരും ഒന്ന് നോക്കി നിന്ന് പോകും. അതൊക്കെ ശരി തന്നെ കേട്ടോ. പക്ഷെ പ്രവൃത്തികൾ അസാരം ദോഷമുണ്ടോ എന്നൊരു സംശയമുണ്ട്. നവീൻ ബാബുവിന്റെ കാര്യം നമുക്ക് പറഞ്ഞു വരാം, എന്നിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. കണ്ണൂർ ജില്ലയിലെ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിന് തൊട്ടടുത്ത ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഒരു ചില ഫോൺ കോളുകളൊക്കെ വരികയുണ്ടായി. അതൊക്കെ അദ്ദേഹം വിട്ടു, അങ്ങോട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല. എന്നാൽ യാത്രയയപ്പ് ചടങ്ങിലേക്ക് കടക്കാം. യാത്രയയപ്പ് ചടങ്ങിലേക്ക് പി ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരുന്നു. യാത്രയയപ്പ് ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, കളക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നവീൻ ബാബുവിന്റെ സഹപ്രവർത്തകരായ ആളുകൾ നവീൻ ബാബുവിന് ഒരു യാത്രയയപ്പ് നടത്തുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു രാഷ്ട്രീയക്കാരനെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ വലിഞ്ഞു കയറി തന്നെ ആ ചടങ്ങിലേക്ക് ചെന്നത്. വലിഞ്ഞു കയറി ചെന്നു എന്ന് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറാമാനെയും കൊണ്ടുവന്നു. അതായത് കൂടെ ഉണ്ടായിരുന്ന ക്യാമറാമാനെ കൊണ്ട് താൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല വടിവൊത്ത് ചതുര വടിവിൽ ഷൂട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഓരോ എപ്പിസോഡ് പോലെ ഒരു 5-10-30 മിനിറ്റുള്ള എപ്പിസോഡായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പി ദിവ്യ വേണ്ടത്ര കരുതലോട് കൂടി തന്നെയാണ് വന്നതേ. അങ്ങനെ കളക്ടറേറ്റിൽ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് നടക്കുന്ന ചടങ്ങിലേക്ക് കയറി വന്ന പാടെ അവിടെ കണ്ണൂർ കളക്ടറായ അരുൺ വിജയനുണ്ടായിരുന്നു. അരുൺ വിജയനുമായിട്ട് നേരത്തെ പി ദിവ്യ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, രാവിലെ മറ്റൊരു ചടങ്ങിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കണ്ണൂർ കളക്ടർ പി ദിവ്യയോട് പറഞ്ഞത്, ഇന്ന് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങാണ് കേട്ടോ എന്ന് പറഞ്ഞത്. ശരി, എന്നാൽ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചടങ്ങ് തുടങ്ങുന്ന സമയത്ത് വിളിക്കാതെ തന്നെ വലിഞ്ഞു കയറി പി ദിവ്യ ചടങ്ങിലേക്ക് ചെല്ലണു. എന്നിട്ട് മൈക്ക് കരസ്ഥമാക്കി പ്രസംഗിച്ചത് അത്രയും നവീൻ ബാബുവിനെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ്. നവീൻ ബാബുവും പി ദിവ്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടന്നിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിലുള്ള ഏതോ ഒരു പ്രശാന്തിന് ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിലുമായി ബന്ധപ്പെട്ട് ഒരു NOC കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു 1 ലക്ഷത്തിൽ ചെല്ലുവാനും രൂപ കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നവീൻ ബാബുവിന് ഇനി പറയാൻ യാതൊന്നുമില്ല.
ഭൂമി മലയാളത്തിൽ ഇനി യാതൊരു തേപ്പും തെറിയില്ല നവീൻ ബാബുവിനെ പറയാൻ. അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാന്യമായ ഭാഷയിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം സുപരിചിതമായ ഒരു ഭാഷയിൽ നവീൻ ബാബുവിനെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാമോ അങ്ങനെയൊക്കെ ആക്ഷേപിച്ച് അതിലൊരു വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നു, ഒരു ഭീഷണിയുടെ സ്വരം കൂടി ഉണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് 24 മണിക്കൂറിനകം മാറി മറിയും, ആർക്കറിയാം എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന തരത്തിലായിരുന്നു പി ദിവ്യ പ്രസംഗിച്ചത്. പണി പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, പണി പറ്റിച്ചു. കാരണം 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ കാണുന്നത് നവീൻ ബാബു തൻ്റെ ക്വാർട്ടേഴ്സിൽ ഒരു മൊബൈൽ ചാർജറിന്റെ വള്ളിയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു പ്ലാസ്റ്റിക് ചെയറിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പൊ പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് കയറി ചെല്ലുന്നു, വലിഞ്ഞു കയറി ചെല്ലുന്നു, ക്ഷണിക്കാതെ വലിഞ്ഞു കയറി ചെല്ലുന്നു, അവിടെ പ്രസംഗിക്കുന്നു. പ്രസംഗിച്ചത് അത്രയും നവീൻ ബാബുവിനെ കുറിച്ച് ഇങ്ങനെ പുലഭ്യം പറയുന്ന രീതിയിൽ പറഞ്ഞു, ആക്ഷേപിക്കുന്ന തരത്തിൽ നവീൻ ബാബു കൈക്കൂലിക്കാരനാണ്, സാമൂഹ്യത്തിന് കൊള്ളാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി ദിവ്യ അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നു. നവീൻ ബാബു അതിലുള്ള ആ ആത്മനൊമ്പരം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ആ കണ്ടെത്തിയത് തന്നെയാണ് ഇപ്പോഴും കേരള ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് CPM വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. നവീൻ ബാബുവിനെ ആരൊക്കെയോ സ്ഥാപിത താല്പര്യക്കാർ കൂടി നശിപ്പിച്ചതാണ്, ഇല്ലായ്മ ചെയ്തതാണ് എന്നാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. സെഷൻസ് കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും കൂട്ടരും കുടുംബക്കാരും എല്ലാം കൊടുത്ത ഹർജികൾ തള്ളിപ്പോയി. അവിടെയും ഏതൊക്കെ തരത്തിലുള്ള കളികൾ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരെ ചില വക്കീലന്മാർ പറയാത്ത കാര്യങ്ങളൊക്കെ പി ദിവ്യയുടെ വക്കീലാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യമൊക്കെ നമ്മൾ കേട്ടു. അവിടെ നിൽക്കട്ടെ, പറഞ്ഞു വരുന്നത് അതല്ലല്ലോ. അപ്പൊ പി ദിവ്യയുടെ ഈ FB കുറിപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അനുശ്രീയും നമ്മുടെ സീമാജി നായരും വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവരൊരു FB പോസ്റ്റ് ഇട്ടിരിക്കുന്നു പി ദിവ്യ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ ജയിലിന് പുറത്തുള്ള ഗോവിന്ദച്ചാമിയാണ്. ആ ഗോവിന്ദച്ചാമിയെ പിന്തുണയ്ക്കുന്നവരുടെ മാനസിക നില എന്തായിരിക്കും എന്നൊക്കെ തന്നെയുള്ള ഒരു അർത്ഥത്തിലാണ് ഇപ്പോൾ ഇവർ ഈ പോസ്റ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. അത്രയേറെ അവഹേളനാപരമായ കാര്യങ്ങൾ. ഇതിനു മറുപടിയായി സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ നമ്മുടെ അഞ്ജു പാർവതി, അവർ ഒരു കലാകാരി തന്നെയാണ്, അവരും ഒരു FB കുറിപ്പ് അങ്ങിട്ടു. അവരങ്ങ് മെഴുകി പിടിച്ചു വലിച്ച് കീറി കരിച്ച് കാറ്റിൽ പറത്തി കളയുന്ന തരത്തിലൊരു വലിയൊരു FB കുറിപ്പ് അവരങ്ങോട്ടു. എന്താ എഴുതിയേക്കണേ? അതായത് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കാതെ ചടങ്ങിലേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്ന ഒരാളല്ല. മാത്രമല്ല സ്വന്തം പാർട്ടിയിലുള്ള ചില പൂവാലന്മാരെയൊക്കെ നേരാക്കിയിട്ട് അവരുടെ ഗുണവധികാരങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ ഒന്ന് ശരിയാക്കിയിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ പറമ്പിലേക്ക് കണ്ണയച്ച് നിൽക്കാൻ എന്നൊക്കെ തരത്തിലുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ നമ്മുടെ അഞ്ജു പാർവതിയുടെ FB കുറിപ്പ് വന്നിരിക്കുന്നത്. അതായത് മൂന്നാറിലെ മൂവന്തിയിലെ കുടിലിലേക്ക് സ്വപ്ന സുരേഷിനെ ക്ഷണിച്ച ഒരു കയർ വിരിയൻ മന്ത്രി ഉണ്ടായിരുന്നല്ലോ, കയറിന്റെ നാട്ടിലുള്ള ഒരു മന്ത്രി. ആ മന്ത്രിയുടെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് വേണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കഥകൾ അന്വേഷിക്കാൻ. പിന്നെ PK ശശി എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ ഉണ്ടായിരുന്നല്ലോ, DYFIക്കാർ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ തന്നെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ചില പരാതി കൊടുക്കുകയുണ്ടായല്ലോ. ആ കുട്ടികളുടെ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ AK ബാലനും ശ്രീമതി ടീച്ചറും ഒക്കെ ഇറങ്ങിത്തിരിച്ച് പീഡനം നടന്ന കുട്ടികളെ പോയി കണ്ടുപിടിച്ച് എവിടെയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി പീഡനം നടന്നിട്ടുണ്ട്. പക്ഷെ പീഡനത്തിന്റെ തീവ്രതയുടെയും ആഴം കുറവായിരുന്നു എന്നുള്ള ആഴം അളക്കാനുള്ള ഉപകരണം കൊണ്ടാണല്ലോ AK ബാലൻ മാസ്റ്ററും ഒക്കെ ചെന്നത്, ശ്രീമതി ടീച്ചറും ചെന്നല്ലോ. ആ ആഴം അളക്കണ ഉപകരണം ഇപ്പോഴും അവരുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ഒന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. അപ്പൊ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഈ AK ബാലനെയും ശ്രീമതി ടീച്ചറിനെയും ഒക്കെ നേരെയാക്കിയിട്ട് പോരെ പി ദിവ്യ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയാൻ എന്നൊരു ചോദ്യം കൂടി ഈ അഞ്ജു പാർവതിയുടെ പോസ്റ്റിലുണ്ട്. ഇനി അവിടെയും കൊണ്ട് തീർന്നിട്ടില്ല. പിന്നെ എന്താണ്, റെനിയ മാർട്ടിൻ അത് അടിച്ച് അതിന്റെ ലഹരിയിൽ ഇരുന്നു കൊണ്ട് സ്വപ്ന സുരേഷിനെ തന്നെ രാത്രിയിലെ ഏകാന്തയാമങ്ങളിൽ ഷൂ 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 എന്ന് വിളിക്കുന്ന സ്വഭാവം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിട്ടില്ലല്ലോ എന്നുകൂടി പറഞ്ഞു. മാത്രമല്ല നമ്മുടെ ആനവണ്ടി സർവീസിന്റെ ചുമതലക്കാരനായ മന്ത്രി ഒരു സ്ത്രീയുടെ ഭർത്താവ് തൻ്റെ മുഖം അടിച്ച് പൊളിച്ചിട്ട് തക്കാളി പരുവത്തിലുള്ള മുഖമായി പിറ്റേ ദിവസം പത്രമാധ്യമങ്ങളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ ആനവണ്ടി മന്ത്രി അങ്ങനെയൊക്കെ വന്ന് സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് പരാതി പറഞ്ഞു കേട്ടല്ലോ. അന്ന് മന്ത്രി പറഞ്ഞത് ഭാര്യ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ട് ചില സോളാർ പദ്ധതികളായിട്ട് മുന്നോട്ട് വന്ന ചില അനുസരിതമാരുടെ ഭർത്താക്കന്മാർ ആന വണ്ടി മന്ത്രിയുടെ മുഖം അടിച്ചു പൊളിച്ചു തക്കാളി പരുവത്തിൽ ചുവങ്ങണ രീതിയിലാക്കി വെച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്, ഫോട്ടോ കണ്ടതാണ്. അങ്ങനെയുള്ളവന്മാരെയൊക്കെ അവരുടെ ഗുണവധികാരങ്ങളൊക്കെ നേരെ ആക്കിയിട്ട് പോരെ പി ദിവ്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയാൻ എന്നാണ് അഞ്ജു പാർവതി പറഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടി പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ, അതായത് പി ദിവ്യയുടെ വീട്ടുമുറ്റത്ത് പരന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സെപ്റ്റി ടാങ്ക് മാലിന്യം കഴുകി വൃത്തിയാക്കിയിട്ട് വേണ്ടേ അന്യന്റെ പറമ്പിലേക്ക് നോക്കിയിരിക്കാൻ, അല്ലെങ്കിൽ അന്യന്റെ പറമ്പിലേക്ക് പുല്ല് പറിക്കാൻ, കള പറിക്കാൻ എന്നൊക്കെയാണ് അഞ്ജു പാർവതി തന്റെ FB കുറിപ്പിലൂടെ ചോദിച്ചിരിക്കുന്നത്.
എന്തായാലും ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഒരാൾക്ക് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ട് മരണത്തിലേക്കുള്ള ടിക്കറ്റ് ഒന്നും എടുത്തു കൊടുത്തിട്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ പി ദിവ്യയെ അരച്ച് കലക്കി വലിച്ചു കുടിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കീറി വലിച്ച് തേച്ച് ഒട്ടിച്ചിരിക്കുന്നു അഞ്ജു പാർവതി. ഇനിയും പി ദിവ്യ ഇത്തരത്തിലുള്ള FB കുറിപ്പുകളൊക്കെ ആയി ഇറങ്ങുകയാണെങ്കിൽ പല സോഷ്യൽ ആക്ടിവിറ്റിസ്റ്റുകളും ഇങ്ങനെ ഉണ്ടാവും. അവരെല്ലാവരും അവരുടേതായ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ പി ദിവ്യയ്ക്ക് പിന്നെ തേങ്ങ പൊട്ടിക്കേണ്ടി വരില്ല, ചിരട്ടയും പൊട്ടിക്കേണ്ടി വരില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്ത് നിന്നും ഓരോരോ നിരീക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും പി ദിവ്യയ്ക്ക് ആ പോസ്റ്റ് ഇട്ടത് പെട്ടില്ല എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇനി അത് പോസ്റ്റ് പിൻവലിക്കാനും പറ്റില്ല. ഈ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതിയുടെ പോസ്റ്റ് ആവട്ടെ പി ദിവ്യ അക്ഷരാർത്ഥത്തിൽ നിർമൂല നാശമാക്കി വലിച്ചു കീറി തേച്ചൊട്ടിച്ചിരിക്കുന്നു എന്നുള്ള മട്ടിൽ തന്നെയാണ് പോണത്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള രസകരമായ FB കുറിപ്പുകൾ വരാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊക്കെ കണ്ടൊന്ന് ചിരിക്കാം. കാരണം വലിയ തുകയൊക്കെ മുടക്കി സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് നമുക്ക് സമയവും കളയണ്ട, അങ്ങനെ വലിയ കാശ് മുടക്കി ചിരിക്കാനൊന്നും വേണ്ട, ഇത്തരം ചില കാര്യങ്ങളൊക്കെ മതിയല്ലോ. ശിവ അപ്പൊ ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വരാം. അങ്ങനെ ആയിക്കോട്ടെ. നമസ്കാരം.